വരാനിരിക്കുന്നത് കടുത്ത പരീക്ഷണങ്ങളുടെ ദിവസങ്ങളാണ്. ഏപ്രിൽ 2-ാം തീയതി RCBക്കെതിരെ പന്തെറിയണം. വിരാട് ഭായിയുടെ വിക്കറ്റ് നേടാനായി ശ്രമിക്കേണ്ടതുണ്ട്. അയാളിപ്പോൾ RCBക്ക് എതിരാളിയാണ്. കരിയറിൽ ഉന്നതങ്ങളിലെത്തുന്നതിന് കാരണമായ RCBക്കും അവരുടെ രാജാവ് വിരാട് കോഹ്ലിക്കും എതിരാളി. മുഹമ്മദ് സിറാജ് ഇനി ശുഭ്മൻ ഗില്ലിന്റെ ഗുജറാത്ത് ടൈറ്റൻസിനായി പന്തെറിയും. RCBയെയും കിങ് കോഹ്ലിയെയും വിട്ടുപോകുന്നത് ഏറെ വൈകാരികമെന്ന് മുഹമ്മദ് സിറാജ് പറഞ്ഞു കഴിഞ്ഞു. ക്രിക്കറ്റിൽ എൻ്റെ ഉയർച്ചയ്ക്ക് വിരാട് കോഹ്ലി വലിയ പിന്തുണ നൽകി. 2018-2019 വർഷങ്ങളിൽ എൻ്റെ മോശം സമയങ്ങളിൽ വിരാട് ഭായ് ഏറെ പിന്തുണച്ചു. റോയൽ ചലഞ്ചേഴ്സിനൊപ്പം എൻ്റെ കരിയർ ഉയർന്നു. അതിന് ഏറെ പിന്തുണ നൽകിയത് കോഹ്ലിയാണ്. RCB വിട്ടുപോകുന്നത് എനിക്ക് ഏറെ വൈകാരികമായ കാര്യമാണ്. ഏപ്രിൽ 2-ന് RCBക്കെതിരെ മത്സരം വരുന്നു. അന്ന് എന്ത് സംഭവിക്കുമെന്ന് കാത്തിരുന്ന് കാണാം. മുഹമ്മദ് സിറാജ് പറയുന്നതിങ്ങനെ: ഹൈദരാബാദിലെ ഓട്ടോ ഡ്രൈവറുടെ മകൻ. ക്രിക്കറ്റുമായി മുന്നോട്ടു പോകാൻ സിറാജിന് സഹോദരന്റെ പിന്തുണയുണ്ടായിരുന്നു. 2017-ലെ IPLൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനായി സിറാജ് അരങ്ങേറി. തൊട്ടടുത്ത വർഷം സിറാജ് RCBയിലെത്തി. തല്ലുകൊള്ളിയെന്നും കോഹ്ലിയുടെ പെറ്റെന്നും സിറാജ് പരിഹസിക്കപ്പെട്ടു. പക്ഷേ കോഹ്ലിയുടെ പിന്തുണയിൽ RCBയിൽ തന്നെ അയാൾ കളിച്ചു തെളിഞ്ഞു. ഇന്ത്യൻ ടീമിലെത്തിയപ്പോൾ RCB കോട്ടയുടെ താരമെന്നായിരുന്നു പരിഹാസം. പക്ഷേ കഠിനാധ്വാനം ആ കരിയർ മാറ്റിമറിച്ചു. ചെണ്ട സിറാജ് എന്ന് വിളിച്ചവരെ കൊണ്ട് സിറാജ് ഇക്ക എന്ന് മാറ്റി വിളിപ്പിച്ചു. അയാൾ തെലങ്കാന DSP ആയി. ഇന്ത്യൻ പേസ് നിരയുടെ കുന്തമുനയായി. വീണ്ടുമൊരിക്കൽ കൂടി കരിയറിൽ സിറാജ് വെല്ലുവിളികൾ നേരിടുകയാണ്. ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ മോശം പ്രകടനം സിറാജിന് ഇന്ത്യൻ ടീമിന് പുറത്തേക്കുള്ള വഴി തെളിച്ചു. കിങ് കോഹ്ലിയെയും RCBയെയും വിട്ട് സിറാജ് ഗുജറാത്തിലേക്ക് യാത്രയാകുകയാണ്. ഇനി സ്വയം തെളിയിക്കണം. വീണ്ടും നീലക്കുപ്പായത്തിൽ തിരികെ എത്തണം.